ഈ അരി ഞാൻ ബിരിയാണി വെക്കും. തോരൻ തീരാന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കുന്ന ആൾക്ക് തോരൻ കഴിക്കാൻ പറ്റുമോ? അങ്ങനെയല്ലേ കഴിക്കും. സത്യത്തിൽ മോളുണ്ടായണ്ട ഇത്രയും ഞങ്ങൾ ആവശ്യത്തെ കൊണ്ട് എടുത്ത് കഴിക്കണം. കാലിച്ച് പിടിച്ചങ്ങോട്ട് വയ്യൊരു പാകത്തോട്ട് വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കും. പണ്ട് ചെയ്യുന്നത് ഇന്ന് നമ്മളെ വീട്ടിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ചൂരയുടെ ഒരു തുണ്ട മേടിച്ചുകൊണ്ട് വന്നു. നല്ല രീതിയിൽ ചെറുതായിട്ട് പീസ് ചെയ്തു. അതങ്ങോട്ടിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇച്ചിരി കായവും കൊടുക്കണം. കായവും കൂടിയിട്ട് പച്ചമുളക് എല്ലാം കൂട്ട് അങ്ങ് വഴട്ടുക. വഴറ്റി തീരുമ്പം ഒരു ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി കൂടെ അതിൻ്റെ പാകത്തിടുക. ഇട്ടിട്ട് അരപ്പ് കലക്കി തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ കുടംപുളിയും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിന് മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് അത് കുത്തണം. ഈ ചൂരയുടെ പീസ് ഓരോന്നായിട്ട് പറക്കി അങ്ങോട്ടിട്ട് നല്ല രീതിക്ക് വലിയ തീ കൊടുക്കരുത്, ചെറിയ തീയിൽ തിളക്കണം. എണ്ണ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കഴിക്കുന്ന ആ ടേസ്റ്റില്ല. ചൂര നമ്മൾ കറിക്ക് കണ്ടിക്കുമല്ലേ, അതിൻ്റെ കറി ഇച്ചിരി ചെറുതായിട്ട് കണ്ടിച്ച് തേങ്ങ, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാപ്പീര തോന ഇടണം. എല്ലാം കൂടെ തോരന് ചതയ്ക്കുന്നുള്ളതൊക്കെ ചതച്ച് കുടംപുളി ഇതെല്ലാം കൂടെ ഇട്ട് പുരട്ടി വെച്ച് വേവിച്ച് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞങ്ങോട്ടിട്ട് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് വെക്കുക. വെളിച്ചെണ്ണയും കൂടെ തളിച്ച് കൊടുക്കണം, കരിവേപ്പിലയും ഇടണം. അങ്ങനെ വെച്ച് നോക്കണം. ചൂട് ചോറ് ചീനി ആയതുകൊണ്ട് നല്ല വാഴ അങ്ങോട്ട് വെട്ടി നിരത്തിയിട്ട് അതിനകത്ത് നിരത്തി വെച്ച് കഴിക്കുന്നത് രസം.